എന്റെ ജീവിതത്തിൽ 8 വർഷങ്ങൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഞാനും ജിഷയും കൂടെ ഇങ്ങനെ കൈകോർത്തിരുന്ന് കരഞ്ഞ ദിവസങ്ങൾ, പ്രാർത്ഥിച്ച് കരഞ്ഞ ദിവസങ്ങൾ, ചികിത്സയുമായി മുന്നോട്ട് പോയ ദിവസങ്ങൾ, 5 വർഷക്കാലം വൈദ്യശാസ്ത്രം എല്ലാ മേഖലകളിലും അതിന്റെ എല്ലാ ചികിത്സാ വിധികൾ, എല്ലാ വൈദഗ്ധ്യവും പ്രയോഗിച്ചു നോക്കിയിട്ട് ഒടുവിൽ ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞു, ഇനി ഞങ്ങൾക്കിതിൽ ഒന്നും കാണുന്നില്ല, ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ദൈവത്തിന് വിളിച്ച് പ്രാർത്ഥിക്കുക, ദൈവത്തിന് എന്തെങ്കിലും അത്ഭുതം ചിലപ്പോൾ ചെയ്യാൻ പറ്റിയേക്കുമെന്ന് വൈദ്യശാസ്ത്രം ഞങ്ങളുടെ മുഖത്ത് നോക്കി പറയുമ്പോ അപ്പോഴാണ് ഞങ്ങൾ ദൈവത്തെക്കുറിച്ച് ഇവിടെ കേട്ടിട്ടുണ്ട്, യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാനൊരു ക്രിസ്തീയ ഭവനത്തിൽ തന്നെയാണ് ജനിച്ചത്. എല്ലാ ക്രിസ്ത്യാനികളും കേൾക്കുന്നത് പോലെയൊക്കെ ക്രിസ്തുവിനെ കേട്ടിട്ടുണ്ട്. എന്നല്ലാതെ ക്രിസ്തുവിന്റെ ഒരു മഹാശക്തിയെക്കുറിച്ച്, ക്രിസ്തുവിന്റെ ആ ഒരു മഹാമഹത്വത്തെക്കുറിച്ച് അറിയാനിടയായത് ഞങ്ങൾക്ക് കുഞ്ഞില്ലാതിരുന്ന ആ കാലഘട്ടം. വൈദ്യശാസ്ത്രം ഞങ്ങളെ കൈയൊഴിഞ്ഞപ്പോ ഞങ്ങൾ ദൈവത്തെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ദൈവദാസന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ വരികയും ആ സഭയിലുമൊക്കെ ഒരുപാട് ദൈവദാസന്മാർ ഞങ്ങൾക്ക് വേണ്ടി കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 5 വർഷങ്ങൾക്ക് ശേഷം പ്രാർത്ഥനയിൽ ഒരു വൈദ്യശാസ്ത്രത്തിന്റെയും സഹായമില്ലാതെ, വൈദ്യശാസ്ത്രം പൂർണ്ണമായും ഈ കാര്യത്തിൽ കൈയൊഴിഞ്ഞ ഞങ്ങൾക്ക് സർവശക്തനായ ദൈവം, യേശുവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമായി 8ാമത്തെ വർഷം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ എന്റെ സർവശക്തനായ ദൈവം നൽകിയ ആ സർവശക്തനായ ദൈവത്തിന്റെ ഒരു മഹാമഹത്വം ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോ, ഇതൊക്കെ എത്ര നിസ്സാരമായിട്ട് കഴിയുന്ന കാര്യങ്ങളാണ് എന്റെ ദൈവത്തിന് എന്ന തിരിച്ചറിവിൽ, അതൊരു വെറും ഒരു വിശ്വാസമല്ല, അതിന്റെ ഒരു ബോധ്യമാണ്.